അഭിമന്യരായ ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപാഠി സുഹൃത്തുക്കളെ, ഈ നിറഞ്ഞ വേദിയിൽ മനുഷ്യ സംസ്കാരം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് ഇതേ ജീവികളിൽ നിന്നും വേറെ വ്യത്യസ്തനാണ് മനുഷ്യൻ. ബുദ്ധിയും ചിന്താശേഷിയുമാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. തിന്നുക, കുടിക്കുക, കുടുംബമായി കഴിഞ്ഞുകൂടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനുഷ്യരുടെ ജീവികളിലെല്ലാം ഉണ്ട്. കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും പ്രവർത്തിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. ഇത്തരം കഴിവുള്ള മനുഷ്യർ ഏറെ മൃഗത്തിലും ജീവിക്കാൻ പാടില്ലെന്ന് മനുഷ്യരെ സൃഷ്ടിച്ചു വരുമാനത്തിന് നാം രക്ഷിക്കാനുള്ളത് വന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നാം മനുഷ്യർക്ക് ചില നിയമവ്യവസ്ഥ നിർമ്മിച്ചത്. എങ്ങനെ പെരുമാറണം എന്നതിനും ചില നിയമവ്യവസ്ഥ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് മനുഷ്യന്റെ സംസ്കാരം. തോന്നിയ പോലെ സംസ്കാരം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നോക്കൂ പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ സംസ്കാരങ്ങൾ നമ്മെ നാണിപ്പിക്കുന്നില്ലേ? നാൽക്കാലികളെ പോലെ ഒരു കൂട്ടർ വന്യജീവികളെ പോലും നാണിപ്പിക്കുന്ന തെരുവുകളിൽ കൂട്ടാകുന്നു വേറൊരു കൂട്ടർ. ഇവരൊക്കെ മനുഷ്യർ തന്നെ എന്ന് പറയേണ്ടി വരുന്നല്ലോ എന്നോർക്കുമ്പോഴാണ് ദുഃഖം. ഞാൻ പറഞ്ഞു വന്നത് സാംസ്കാരികമായ മനുഷ്യർ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ പറ്റിയാണ്. വിദ്യാഭ്യാസമില്ലാതെയല്ല എന്നതിന് കാരണം, മറിച്ച് സ്കൂളിലെത്താൻ ഞാൻ അസ്തമിച്ചു പോയിക്കൊണ്ട് മാത്രമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യനെ പുസ്തകകാലത്താണ് നാം ജീവിച്ചിരിക്കുന്നതെന്ന് നാം ഓർത്തിരിക്കുക. നമ്മുടെ മാതൃപ്രവാചകരും പുണ്യപുരുഷന്മാരുമാണ് നാം ഓർക്കുക. അവരെ മാതൃകയാക്കി നമുക്ക് ഉത്തമ സംസ്കാരത്തിലെ മക്കളായി മാറാം എന്ന് മാത്രമാണ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി